നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന പോർഷൻ ഫൈനാൻഷ്യൽ സർവീസസ് ഇൻ ഇന്ത്യ ആണ്. ഇതിൽ നമ്മൾ ഇൻഷുറൻസ് ബിസിനസ്സിനെ പറ്റി പഠിച്ചു. പിന്നീട് മ്യൂച്വൽ ഫണ്ടിൽ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഓർഗനൈസേഷൻ സ്ട്രക്ചർ പൂർത്തിയാക്കി. നമ്മൾ ഇന്ന് നോക്കുന്ന ഭാഗം ടൈപ്സ് ഓർ ക്ലാസിഫിക്കേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് സ്കീംസ്. വൈവിധ്യമാർന്ന നിക്ഷേപ സാധ്യതകളാണ്. മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് നിക്ഷേപകർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന വ്യത്യസ്തമായ സ്കീമുകളാണ് നമ്മൾ ഇന്നിവിടെ പരിശോധിക്കാൻ. നമ്മളിതിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് ടേംസ് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന് ലിസ്റ്റഡ് സെക്യൂരിറ്റീസും രണ്ട് നോൺ ലിസ്റ്റഡ് സെക്യൂരിറ്റീസും. നമ്മുടെ വരുന്ന പോർഷനിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ രണ്ട് ടോപ്പിക്കുകളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്ത സെക്യൂരിറ്റീസിനെയാണ് ലിസ്റ്റഡ് സെക്യൂരിറ്റീസ്. പ്രൈമറി ഇഷ്യൂ കഴിഞ്ഞാൽ, ഇനീഷ്യൽ പബ്ലിക് ഓഫർ കഴിഞ്ഞാൽ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി സെബി റെഗുലേഷൻസ് അനുസരിച്ച് അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ അതിൻ്റെ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്യും. ഒരു കമ്പനി ലിസ്റ്റഡ് ആണ്, അതിന് ചില ബെനിഫിറ്റ്സുകളുണ്ട്. നമ്മൾ അതിനെപ്പറ്റിയൊന്നും ആഴത്തിലിവിടെ പ്രതിപാദിക്കുന്നില്ല. നമുക്കത് ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് നമ്മൾ മറ്റൊരു പേപ്പർ എടുക്കുക. അവിടെ ക്യാപിറ്റൽ മാർക്കറ്റിനെ പറ്റിയും മണി മാർക്കറ്റിനെ പറ്റിയും സെക്യൂരിറ്റീസിനെ പറ്റിയും അതിൻ്റെ ട്രേഡിംഗ് സംവിധാനങ്ങളെ പറ്റിയൊക്കെ അവിടെ നമ്മൾ പ്രതിപാദിക്കും. അവിടെ നമുക്ക് വിശദമായിട്ടത് പരിശോധിക്കാം. ഒരു കമ്പനിയുടെ സെക്യൂരിറ്റീസ് അംഗീകൃത സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം സെക്യൂരിറ്റീസിനെയാണ് ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് എന്നും ആ കമ്പനിയെ ലിസ്റ്റഡ് കമ്പനി എന്നും നമുക്ക് പറയാം. ഒരു ലിസ്റ്റഡ് കമ്പനിയുടെ സെക്യൂരിറ്റീസിൽ അതിൻ്റെ പ്രൈമറി ഇഷ്യൂ കഴിഞ്ഞാൽ, അത് പ്രൈമറി ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്താൽ അത് കമ്പനി ഇനിഷ്യേറ്റീവ് എടുത്താണ് നടത്തുക. സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയല്ല പ്രൈമറി ഇഷ്യൂ നടത്തുന്നത്. സെക്കൻഡ് ഹാൻഡ് ട്രേഡിംഗ് ആണ് എവിടെ നടക്കുന്നത്? സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഈ സെക്യൂരിറ്റിയുടെ ഉടമസ്ഥാവകാശം കൈമാറും. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഈ കച്ചവടമെങ്കിൽ അല്ലെങ്കിൽ വിൽപ്പനയും വാങ്ങലും സാധ്യമാകുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ബ്രോക്കേഴ്സ് വഴിയാണ്. അതിനവിടെ ഓതറൈസ്ഡ് പേഴ്സൺസ് ഉണ്ട്. നമുക്ക് നേരിട്ട് അവിടെ ഡീൽ ചെയ്യാൻ പറ്റില്ല. അവർ നമുക്ക് വേണ്ട സെക്യൂരിറ്റീസ് വാങ്ങിത്തരും, അത് നമുക്ക് വിൽക്കാനുള്ളത് അവർ വിൽക്കി തരും. ഇതാണ് അതിൻ്റെ ട്രേഡിംഗ് സിസ്റ്റം. അപ്പോൾ അങ്ങനെ കമ്പനികൾ അംഗീകൃത സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ അവരുടെ ഷെയറുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിബഞ്ചർ അല്ലെങ്കിൽ മറ്റ് സെക്യൂരിറ്റികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം സെക്യൂരിറ്റികളെയാണ് ലിസ്റ്റഡ് സെക്യൂരിറ്റീസ്. അങ്ങനെയാണെങ്കിൽ നോൺ ലിസ്റ്റഡ് എന്താണെന്ന് നമുക്ക് അറിയാം. ഈ സെക്യൂരിറ്റികൾ എന്ത് ചെയ്തിട്ടില്ല? അംഗീകൃത സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ടൊരു പ്രൈവറ്റ് കമ്പനി എടുക്കാം. ആ പ്രൈവറ്റ് കമ്പനി അതിൻ്റെ മൂലധനം സ്വരൂപിക്കുന്നതും അതിന് പബ്ലിക് ഇഷ്യൂ നടത്താൻ പറ്റില്ല. എന്നുവെച്ചാൽ നമ്മളതോടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനികളുടെ സെക്യൂരിറ്റീസ് ആണ് ലിസ്റ്റ് ചെയ്യുന്നത്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളുടെ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്യാൻ സാധ്യമല്ല. അത് പ്രൈവറ്റ് പ്ലേസ്മെൻ്റ് ആണ് നടത്തുന്നത്. ഒരു പ്രൈവറ്റ് കമ്പനി ആരംഭിക്കണമെങ്കിൽ സ്വകാര്യമായിട്ട് ബന്ധുക്കളോ സുഹൃത്തുക്കളോ പരിചയമുള്ളവരൊക്കെയാണ് അതിൻ്റെ ഷെയർ വാങ്ങുന്നത്. അത് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിലൂടെയാണ് നമ്മൾ അതിന് വേണ്ട പണം സ്വരൂപിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ അതൊന്ന് സൂചിപ്പിക്കുവാൻ കാരണം നമ്മളിനി പഠിക്കാൻ പോകുന്ന ഭാഗമായിട്ട് ലിസ്റ്റഡ് സെക്യൂരിറ്റീസിനും നോൺ ലിസ്റ്റഡ് സെക്യൂരിറ്റീസിനും ബന്ധമുണ്ട്. അതുകൊണ്ട് ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. ഇനി നമ്മൾ പോകുന്നത് മ്യൂച്വൽ ഫണ്ട് ക്ലാസിഫിക്കേഷനിലാണ്. പല ക്രൈറ്റീരിയ അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ അനുസരിച്ച് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളെ തരംതിരിക്കപ്പെട്ടിരിക്കുന്നു.
അതിലെ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പരിശോധിക്കുകയാണ്. ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് മെച്യൂരിറ്റി പീരീഡ്. അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ്, ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഭാഗമായി തിരികെ കിട്ടുവാൻ നിശ്ചിത സമയമുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, അതിനൊരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ടെന്ന് പറയാം. അങ്ങനെ നിബന്ധന ഇല്ല എങ്കിൽ അതിന് മെച്യൂരിറ്റി പീരീഡ് ഇല്ലെന്ന് പറയാം. അപ്പോൾ മെച്യൂരിറ്റി പീരീഡ് ഒരു മാനദണ്ഡമായിട്ട് എടുക്കുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് സ്കീമിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഓപ്പൺ എൻഡഡ് സ്കീമെന്നും ക്ലോസ് എൻഡഡ് സ്കീമെന്നും. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ നോക്കുന്നത് ഓപ്പൺ എൻഡഡ് സ്കീം എന്താണ്. ഓപ്പൺ എൻഡഡ് സ്കീമിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലെക്സിബിൾ ആയിരിക്കും. നമ്മൾ ആ സ്കീമിൽ ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വരുന്ന ആളുകളിൽ ഫ്യൂച്ചറിൽ മാസാമാസമോ അല്ലെങ്കിൽ ക്വാർട്ടർലി 3 മാസം ഇരിക്കലോ 6 മാസം ഇരിക്കലെയോ ആ യൂണിറ്റുകൾ വീണ്ടും വീണ്ടും വാങ്ങുവാനുള്ള അവസരം നമുക്ക് എന്ന് വെച്ചാൽ ആ സെക്യൂരിറ്റീസിലേക്ക് തുടർച്ചയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ധനാവശ്യങ്ങളുണ്ടെങ്കിൽ ആ സെക്യൂരിറ്റികൾ നമുക്ക് എന്ത് ചെയ്യാം, വിറ്റഴിക്കുവാനും സാധ്യമാണ്. എന്ന് പറഞ്ഞാൽ എൻട്രിയും എക്സിറ്റും എളുപ്പമാണ്. ഹ്രസ്വകാല ദീർഘകാല നിക്ഷേപങ്ങൾക്കായിട്ട് ഈ ഓപ്പൺ എൻഡഡ് സ്കീമുകൾ നമുക്ക് ഉപയോഗിക്കാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ വരുമാനത്തിനനുസരിച്ച് നിക്ഷേപിക്കുകയും നമ്മുടെ ധനാവശ്യത്തിനനുസരിച്ച് അത് നമുക്ക് വിനിമയം ചെയ്യപ്പെടുകയും ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ എന്ത് ചെയ്യാം, റിഡീം ചെയ്യാം, അതിനെ പണമാക്കി മാറ്റാനും പറ്റും. അപ്പോൾ ഒരു നിശ്ചിത കാലയളവ് നമുക്ക് അതിൽ ആ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈ AMC അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി നമ്മളിത് റിഡീം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ പണം വിഡ്രോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു എക്സ്ട്രാ ചാർജ് അവർ നമ്മളിൽ നിന്ന് ഈടാക്കും. മനസ്സിലായല്ലോ? ഇത് ഒരു എക്സ്ട്രാ ലോഡ് എന്ന് പറയും, ഒരു എക്സ്ട്രാ ചാർജ് നമ്മളിൽ നിന്നും അവർ ഈടാക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ നമുക്ക് പ്രത്യേകത എന്താണ് മനസ്സിലായി. ഒരു സാധാരണക്കാർക്ക് പോലും എന്ത് ചെയ്യാം, തുടർച്ചയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഒരു സ്വഭാവം എന്താണ്? ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ നമ്മുടെ കൈകളിൽ എത്തുന്ന വരുമാനങ്ങൾ നമ്മൾ യഥാക്രമം നമുക്ക് നിക്ഷേപിക്കാൻ കഴിയുന്ന തുക അതിലേക്ക് നിക്ഷേപിക്കുക. ഒരു ടൈം സ്പാൻ ഒന്നും പറയുന്നില്ല, അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്ഷൻ ഒന്നും അവിടെ പറയുന്നില്ല. നമ്മുടെ വരുമാനത്തിനനുസരിച്ച് നമ്മൾ ആ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുന്നു, പണം നിക്ഷേപിക്കുന്നു. ധനാവശ്യം അനുസരിച്ച് എന്ത് ചെയ്യുന്നു, നമുക്കതിൽ നിന്നും പണം പിൻവലിക്കുന്നു. ഇതേപോലെ ഫ്ലെക്സിബിളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓപ്പൺ എൻഡ് സ്കീമുകളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട് കമ്പനികളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പൺ എൻഡ് സ്കീമുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? ഇവിടെ ഈ ഓപ്പൺ എൻഡ് സ്കീമിലെ മ്യൂച്വൽ ഫണ്ടുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ലിസ്റ്റഡ് മ്യൂച്വൽ യൂണിറ്റുകളല്ല. ആ ഫണ്ട് എന്ത് ചെയ്തിട്ടില്ല, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടില്ല. ഇവിടെ ലിസ്റ്റിംഗ് പറയുമ്പോൾ നമ്മളത് 2 ഡയമെൻഷനിൽ മനസ്സിലാക്കണം. ഇവര് വാങ്ങുന്ന ഷെയറുകൾ, ഇതിൻ്റെ അണ്ടർലൈങ് അസറ്റ്സ് അല്ലെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റിലൂടെ അവർ കരസ്ഥമാക്കുന്ന സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്യപ്പെട്ടതാണ്. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ സെക്യൂരിറ്റീസ് ആയിരിക്കും ഈ മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ വാങ്ങുകയും ആ യൂണിറ്റിൻ്റെ ഭാഗമായി തീരുകയും ചെയ്യും. പക്ഷേ ഈ മ്യൂച്വൽ ഫണ്ട് സ്കീം എന്താണ്, ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആയിരിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് സ്കീമിലെ യൂണിറ്റുകൾ ലിസ്റ്റഡ് അല്ല, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റഡ് അല്ല. എന്നാൽ അതുവഴി സ്വരൂപിച്ച പണം നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത് ലിസ്റ്റഡ് കമ്പനികളുടെ സെക്യൂരിറ്റീസിലായിരിക്കും. അപ്പോൾ ഇവിടെ ആ മ്യൂച്വൽ ഫണ്ട് സ്കീം ലിസ്റ്റഡ് ആണോ അൺലിസ്റ്റഡ് ആണോ എന്നുള്ളതാണ് നമ്മളിവിടെ പരിശോധന. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനെ ഓപ്പൺ എൻഡ് എന്ന് പറയുന്നത്. നമുക്ക് യഥേഷ്ടം അത് പിന്നീടായാലും അത്തരം സെക്യൂരിറ്റികൾ വാങ്ങുവാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ സവിശേഷത. ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് പരിശോധിക്കാം. നമ്മൾ പറഞ്ഞു ഇവിടെ എന്താണ്, നോ ഫിക്സഡ് മെച്യൂരിറ്റി പീരീഡ്. ഇതിന് പ്രത്യേകിച്ചൊരു കാലയളവ് എന്ത് ചെയ്യുന്നില്ല, സ്പെസിഫൈ ചെയ്യുന്നില്ല. 20 ദിവസത്തിനകം അല്ലെ 20-ാം തീയതിക്കകം നിങ്ങൾ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ യൂണിറ്റുകൾ വാങ്ങണം. ഇത് എന്ത് ചെയ്യുന്നു, ഓഫർ ക്ലോസ് ചെയ്യും. അങ്ങനൊരു വ്യവസ്ഥയില്ല.
നമ്മൾ ഓപ്പൺ എൻഡ് സ്കീമിലാണ് ചേർന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ഫിക്സഡ് മെച്യൂരിറ്റി പീരീഡ് ഇല്ല, തുടർച്ചയായി നമുക്കതിൽ നിക്ഷേപിച്ചു പോകാം. കുറേ കാലം കഴിയുമ്പോൾ വലിയൊരു സമ്പാദ്യമായിട്ട് ധനമായിട്ടത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. രണ്ടാമത് പറഞ്ഞ് സാധാരണക്കാരായ ആളുകൾക്ക് ഈ യൂണിറ്റുകൾ വിറ്റിട്ട് പണം പെട്ടെന്ന് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ലിക്വിഡിറ്റി വലുതാണ്, അതിനെ ക്യാഷാക്കി മാറ്റുന്നതിന് ബുദ്ധിമുട്ടുമില്ല. ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ ഇത് ഈ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ ലിസ്റ്റഡ് അല്ല. പകരം AMC ഇത് ഹാൻഡിൽ ചെയ്യും, അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി നമുക്കിത് റെഡീം ചെയ്ത് തരും. അപ്പോൾ ചില ഫീസുകൾ അവിടെ നമ്മൾ കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ അനാവശ്യം അനുസരിച്ച് ഇത് എന്ത് ചെയ്യാം, നമുക്ക് വിറ്റഴിക്കാം. കണ്ടിന്യൂസ് ബൈയിങ് ആൻഡ് സെല്ലിങ്, ഈ യൂണിറ്റുകൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യാൻ നിരന്തരമായിട്ട്. പണമുള്ളപ്പോൾ വാങ്ങുകയും പണത്തിന് ആവശ്യമുള്ളപ്പോൾ ഈ യൂണിറ്റുകൾ തിരികെ നൽകുകയും നമുക്ക് ചെയ്യാം. ഫ്ലെക്സിബിലിറ്റി, ഇത് നമുക്കൊരു ഹ്രസ്വകാല നിക്ഷേപമായിട്ടോ ദീർഘകാല നിക്ഷേപമായിട്ടോ പരിഗണിക്കാം. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന യൂണിറ്റുകൾ നിങ്ങൾ ദീർഘകാലത്തേക്ക് നിങ്ങളുടെ പക്കൽ കരുതുമെങ്കിൽ നിങ്ങൾക്കത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നിങ്ങളത് ഹ്രസ്വകാലത്തിലേക്ക് വിപണനം ചെയ്യപ്പെടുന്നുവെങ്കിൽ അല്ലെങ്കിൽ വിറ്റഴിക്കപ്പെടുന്നെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് അത് ഷോർട്ട് ടൈം ആയിട്ട് മാറുന്നു. ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട് കമ്പനികളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിൽപ്പെട്ട ഓപ്പൺ എൻഡഡ് സ്കീമുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഉദാഹരണമായിട്ട് SBI ഓപ്പറേറ്റ് ചെയ്യുന്ന ബ്ലൂ ചിപ്പ് ഫണ്ട് ഇതിന് എക്സാമ്പിൾ. HDFCയുടെ ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട് എന്താണ്, ഓപ്പൺ എൻഡ് സ്കീമിന് എക്സാമ്പിളാണ്. ICICI ഓപ്പറേറ്റ് ചെയ്യുന്ന ICICI പ്രൊഡൻഷ്യൽ ഇക്വിറ്റി ആൻഡ് ഡെറ്റ് ഫണ്ട് ഓപ്പൺ എൻഡ് സ്കീമാണ്. നമുക്കിതുകൊണ്ടുള്ള മെച്ചങ്ങളുള്ള ഈസി എൻട്രി ആൻഡ് എക്സിറ്റ്, എപ്പോൾ വേണേലും വാങ്ങുക, എപ്പോൾ വേണേലും വിൽക്കാം. പ്രൊഫഷണൽ മാനേജ്മെൻറ്റ്, ഈ AMC ഈ ഫണ്ട് ഹാൻഡിൽ ചെയ്യുന്നത് എന്താണ്, നമുക്ക് വേണ്ടി പ്രൊഫഷണൽസ് ആണ്. മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലായിരിക്കും അവരത് മാനേജ് ചെയ്യുന്നത്. ഡൈവേഴ്സിഫിക്കേഷൻ, നമ്മളിതിനെ പറ്റിയൊക്കെ കഴിഞ്ഞ ചാപ്റ്ററുകളിൽ കഴിഞ്ഞ പോർഷനിലൊക്കെ വളരെ വിശദമായിട്ട് വൈവിധ്യമാർന്ന സെക്യൂരിറ്റീസിലായിരിക്കും ഇത് നിക്ഷേപിക്കപ്പെടുന്നത്. പിന്നോ നിങ്ങളുടെ സമ്പാദ്യശീലം അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യ എങ്ങനെ ക്രമപ്പെടുത്തുന്നു, ചിട്ടപ്പെടുത്തുന്നു, എങ്ങനെ ആസൂത്രണം ചെയ്യുന്നു, എങ്ങനെ പ്ലാൻ ചെയ്യുന്നു, അതനുസരിച്ച് നിങ്ങളുടെ ഇൻവെസ്റ്റുകൾ നിങ്ങൾക്ക് ക്രമീകരിക്കാം. അതായത് സ്യൂട്ടബിൾ ഫോർ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസ്, SIP എന്നുള്ള ഒരു പദങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. SIP എന്നുള്ളത് SIP ഉദ്ദേശിക്കുന്നത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസ് എന്നാണ്. ആ പദം നമ്മൾ പിന്നീട് വിശദമായിട്ട് പരിശോധിക്കും. അപ്പോൾ നമ്മുടെ നിക്ഷേപങ്ങളെ നമുക്ക് എന്ത് ചെയ്യുന്നു, മുൻകൂട്ടി ചിട്ടപ്പെടുത്തി ക്രമീകരിച്ച് നമ്മുടെ വരുമാനത്തിനനുസരിച്ച് തുടർച്ചയായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ടാകും. എന്നാൽ ഇതിന് ചില ദോഷങ്ങളും പറയപ്പെടുന്നുണ്ട്. എന്താണ്, റിട്ടേൺസ് ഡിപ്പെൻഡ് അപ്പോൺ മാർക്കറ്റ് കണ്ടീഷൻസ്. നമുക്കറിയാമല്ലോ, ഇതെല്ലാം സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെക്യൂരിറ്റികളുടെ പ്രൈസിനെ ബേസ് ചെയ്താണ് ഇതിൻ്റെ വാല്യൂ. അപ്പോൾ അതിലുണ്ടാകുന്ന വില വ്യതിയാനം അപ്പോൾ അവിടെ നഷ്ടസാധ്യതകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മുടെ യൂണിറ്റുകളുടെ വാല്യൂവിനെയും അത് ദോഷകരമായി ബാധിക്കും. പിന്നെ ഇത് നമ്മൾ നിരന്തരമായിട്ട് വിൽക്കാൻ ചെല്ലുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളിൽ റീറ്റേൺ ചെയ്യാതെ ഹോൾഡ് ചെയ്യാതെ നമ്മളിത് വിറ്റഴിക്കുകയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ലോട്ട്സ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ചില എക്സ്ട്രാ ചാർജുകൾ നമുക്ക് AMC ചാർജ് ചെയ്യും. ഇതിൻ്റെ വാല്യുവേഷൻ മാർക്കറ്റ് വാല്യൂ അനുസരിച്ചല്ല, നെറ്റ് അസറ്റ് വാല്യൂ മെത്തേഡാണ് ഇതിൻ്റെ വാല്യുവേഷൻ ഉപയോഗിക്കുന്നത്. ആ സെക്യൂരിറ്റീസിൻ്റെ പ്രോപ്പർട്ടി വാല്യൂ എന്തുണ്ടോ അതായിരിക്കും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അത് പലപ്പോഴും എന്ത് ചെയ്യും, ഫ്ലക്ച്വേറ്റ് ചെയ്യും. ഇതിൻ്റെ നെറ്റ് അസറ്റ് വാല്യൂ ഫ്ലക്ച്വേറ്റ് ചെയ്യും. ഇതെല്ലാം ഇതിൻ്റെ ദോഷങ്ങളായിട്ട് പറയും. ഇത്രയുമാണ് നമുക്ക് ഓപ്പൺ എൻഡ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് പോകുകയാണ്, സ്കീമിലേക്ക് പോകുകയാണ്, ക്ലോസ് എൻഡഡ് സ്കീംസ്. ഇവിടെ നമ്മൾ ലിസ്റ്റഡും അൺലിസ്റ്റഡും പഠിപ്പിച്ചു. ഈ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ എന്തായിരിക്കും, ലിസ്റ്റഡ് ആയിരിക്കും. ക്ലോസ് എൻഡഡ് എന്ന് പറയാൻ കാരണം എന്താ, ഇതിനൊരു സ്പെസിഫിക് പീരീഡ് ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അവർ പറയും ഇത്ര ദിവസത്തിനാണ്, അല്ലെ 20 ദിവസം, 15 ദിവസം. അത് കഴിയുമ്പോൾ അവർക്കൊരു പ്രീഡിറ്റർമിനഡ് ടാർഗറ്റ് ഉണ്ടായിരിക്കും അതിൻ്റെ കോർപ്പസിന്. കോർപ്പസ് എന്ന് പറഞ്ഞാൽ ഈ സെക്യൂരിറ്റികളുടെ ഈ യൂണിറ്റിലൂടെ ആ കമ്പനി ആർജിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള തുക, ആ തുക അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കമ്പനി എന്ത് ചെയ്യും, ആ ഇഷ്യൂ ക്ലോസ് ചെയ്യും. ഉദാഹരണമായിട്ട് 1000 രൂപ വെച്ച് 10,000 നിക്ഷേപകരിൽ നിന്ന് അല്ലെങ്കിൽ 1000 നിക്ഷേപകരിൽ നിന്ന് 10,000 രൂപ വെച്ച് കളക്ട് ചെയ്യാനാണ്. അതായത് 1000 നിക്ഷേപ യൂണിറ്റ്സിൽ നിന്നും 10,000 രൂപ വെച്ച് കളക്ട് ചെയ്യാൻ കമ്പനി ഡിസൈഡ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ കമ്പനിയുടെ കോർപ്പസ് എന്ന് പറയുന്നത് 1 crore ആയിരിക്കും.
അപ്പോൾ ടാർഗറ്റ് എത്രയാണ് അത് അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ അവരത് ക്ലോസ് ചെയ്യും. അല്ലെങ്കിൽ അവർ ഒരു പ്രീഡിറ്റർമിൻഡ് ഡേറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരിക്കും, അതിൽ അവരോടുകൂടി അത് ക്ലോസ് ചെയ്യുക. അവിടെ ഒരു ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആയി അത് മാറിക്കഴിഞ്ഞു. ഇനി അതിലേക്ക് വീണ്ടും കൊണ്ടുവന്ന് നമുക്ക് ഓപ്പണൻറ്റ് സ്കീമുകളിലെ പോലെ അടുത്ത മാസമോ 6 മാസത്തിലൊരിക്കലോ 1 വർഷത്തിലൊരിക്കലോ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ അതിൽ റെക്കർ ചെയ്ത് ആവർത്തിച്ച് അതിലേക്ക് പണമടയ്ക്കുവാനുള്ള സൗകര്യം ഉണ്ടായിട്ടില്ല. അടച്ച തുക അടച്ചതാണ്. ഇതിൻ്റെ പ്രത്യേകത ഇതെല്ലാം എന്താണ്? ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആയിരിക്കും. കാശിന് അത്യാവശ്യം വന്നാൽ ഈ കമ്പനിയെ മ്യൂച്വൽ ഫണ്ട് കമ്പനിയെ എടുക്കലോട്ട് പോകേണ്ട കാര്യമില്ല. നമ്മൾ എവിടോട്ട് ചെന്നുവെച്ചാൽ മതി, സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ചെന്നാൽ മതി, അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ഇത് ട്രേഡ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൻ്റെ ഫീച്ചേഴ്സ്, ഇതിന് ഫിക്സഡ് മെച്യൂരിറ്റി പീരീഡ് ഉണ്ട്. ഫിക്സഡ് മെച്യൂരിറ്റി പീരീഡ് എന്ന് പറഞ്ഞാൽ 5 മുതൽ അല്ലെങ്കിൽ 7 വർഷം വരെ, അല്ലെങ്കിൽ 3 മുതൽ 7 വർഷം വരെയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അത്രയും കാലം അത് ഹോൾഡ് ചെയ്യണം, ആ പ്രോപ്പർട്ടി നമ്മുടെ പക്കൽ ഉണ്ടാക്കണം, എങ്കിലേ ആ 7ാമത്തെ വർഷം അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. പിന്നെ മെച്യൂരിറ്റി ഡേറ്റ് ആകുമ്പോൾ അവർ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. അതിൻ്റെ പ്രൊസീഡ്സ് വിറ്റുവരവെല്ലാം കൊടുക്കും. അതെന്ത് ചെയ്യുന്നു? ഈ ഹോൾഡേഴ്സിന്, ഈ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സുകൾ ഹോൾഡ് ചെയ്യുന്ന അതിൻ്റെ ഉടമസ്ഥർക്ക് ആ ഫണ്ടിൻ്റെ ആനുകൂല്യങ്ങൾ, അതിൽ നിന്ന് കിട്ടിയ പ്രൊസീഡ്സ് വിറ്റുവരവ് വീതിച്ച് നൽകുന്നതായിട്ടും നമുക്ക് കാണാം. അപ്പോൾ ഇതിന് ഫിക്സഡ് മെച്യൂരിറ്റി പീരീഡ് ഉണ്ടായിരിക്കും. ഒരു നിശ്ചിത കാലയളവിലേക്കാണ് നിക്ഷേപിക്കുന്നത്. നമുക്ക് അതിനകം ധനാവശ്യം വന്നാൽ ഈ യൂണിറ്റുകൾ ലിസ്റ്റഡ് ആയതുകൊണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്ത് ചെയ്യാം? ഇത് നമുക്ക് ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങാം. ഈ ഫിക്സഡ് അതായത് ക്ലോസ് എൻഡഡ് സെക്യൂരിറ്റീസ് ആ AMCയിൽ നിന്ന് വീണ്ടും അതേ സെക്യൂരിറ്റീസ് കിട്ടില്ല. പിന്നീട് നമ്മൾ വാങ്ങണമെങ്കിൽ നമ്മൾ എവിടെ? സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വിൽക്കുന്നവരിൽ നിന്നും ഇതിലേക്ക് നിക്ഷേപിച്ചവർ അവർക്ക് ധനാവശ്യങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് വാല്യൂ കിട്ടുമെന്ന് കണ്ടാൽ സ്റ്റോക്ക് മാർക്കറ്റിലെ സാധ്യതകൾ കണ്ടുകൊണ്ട് അവർ വിൽക്കുകയും വാങ്ങുകയും ചെയ്യും. ആ സാഹചര്യത്തിൽ നമുക്ക് വാങ്ങണമെങ്കിൽ അല്ലെങ്കിൽ വിൽക്കണമെങ്കിൽ നമുക്ക് ഈ സെക്യൂരിറ്റീസ് വിറ്റഴിക്കുവാൻ പറ്റും. രണ്ടാമത്തെ പോയിന്റ്, ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നത് ലിസ്റ്റഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. നമ്മൾ ഓൾറെഡി വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ രാജ്യത്ത് ധാരാളം സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുണ്ട്. NSE ഉദാഹരണമാണ്. മറ്റൊന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അല്ലെങ്കിൽ കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇവിടെയൊക്കെ എന്ത് ചെയ്യപ്പെടുന്നു? ഇത് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നതായിട്ട് കാണാം. നമുക്ക് മനസ്സിലായല്ലോ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ആ ഫസ്റ്റ് ഇഷ്യൂ കഴിഞ്ഞാൽ, ആ മ്യൂച്വൽ ഫണ്ട് കമ്പനി ഇതിൻ്റെ ഡീലിങ്സ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇത് ട്രേഡിന് വരും. അപ്പോൾ നമുക്ക് വിൽക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിൽക്കാം, വാങ്ങാനുണ്ടെങ്കിൽ വാങ്ങാം. ഇതിന് സബ്സ്ക്രിപ്ഷൻ പീരീഡ് ലിമിറ്റഡ് ആണ്. മറ്റേത് നമുക്ക് ഓപ്പൺ ഇൻഡഡിൽ എപ്പോൾ വേണേലും എന്ത് ചെയ്യാം? വാങ്ങാം. എത്ര വർഷങ്ങളായിട്ട് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ അങ്ങനെയില്ല. ഇവരെന്ത് ചെയ്യുന്നു? ന്യൂ ഫണ്ട് ഓഫറാണ് കൊടുക്കുന്നത്. ഒരു പീരീഡ് അവിടെ പറയും. ന്യൂ ഫണ്ട് ഓഫറിന് ഇത്ര ദിവസം അല്ലെ ഇത്ര മാസം ഇതിനകം നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ആ ഡീൽ ക്ലോസ് ചെയ്തിരിക്കണം. അവർ പ്രീ ഡിറ്റർമിൻഡ് ടാർഗറ്റ്, നമ്മൾ നേരത്തെ കോർപ്പസ് അവർ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇഷ്യൂ അവർ ക്ലോസ് ചെയ്യുന്നതായിട്ട് കാണാം. പിന്നീട് അത് ഓപ്പൺ ചെയ്യില്ല. ആ സ്കീമിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ സ്റ്റേബിൾ അതിൻ്റെ കോർപ്പസ് അവസാനം വരെ സ്റ്റേബിൾ ആയിരിക്കും. 4ാമത്തെ സ്കീമിൽ പറയുന്നത് സ്റ്റേബിൾ കോർപ്പ്. ആ മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ അവർ ഒരു 500 കോടി രൂപയാണ് സ്വരൂപിക്കാൻ ശ്രമിച്ചെങ്കിൽ അതിൻ്റെ കോർപ്പസ് സ്ഥിരമായിരിക്കും, സ്റ്റേബിൾ ആയിരിക്കും. ആ ഹോൾഡേഴ്സിന് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് അവസാനം അവർ മെച്യൂരിറ്റി പീരീഡിൽ എന്ത് ചെയ്യും? വീതിച്ചു കൊടുക്കും. നമുക്കറിയാം, ഈ അസറ്റിനെ വാല്യൂ ചെയ്യുന്നത് അതിന് അണ്ടർലൈങ് പ്രോപ്പർട്ടീസിൻ്റെ വാല്യൂ അനുസരിച്ച് അതിനെ നമുക്ക് എന്ത് പറയാം? NAV അല്ലെങ്കിൽ നെറ്റ് അസറ്റ് വാല്യൂ മെത്തേഡിലാണ്. എങ്കിലും ക്ലോസ് എൻഡഡ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ വാല്യൂ ചെയ്യുന്നത് എന്തിലല്ല? നെറ്റ് അസറ്റ് വാല്യൂലല്ല. ഓപ്പൺ എൻഡഡ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഓപ്പൺ എൻഡഡ് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ വാല്യൂ ചെയ്ത് എന്താണ്? നെറ്റ് അസറ്റ് വാല്യൂലാണ്. ഇവിടെ മാർക്കറ്റ് പ്രൈസ് ആണ് മാനദണ്ഡമായിരിക്കുന്നത്. ഇത് ബൈയിങ്ങും സെല്ലിങ്ങും മാർക്കറ്റിൽ നടക്കുന്ന, അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ പ്രൈസിന് വിധേയം എന്ന് വെച്ചാൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ, അല്ലെങ്കിൽ സെക്യൂരിറ്റി മാർക്കറ്റിലെ ഡിമാൻഡ് സപ്ലൈയുമാണ് പ്രൈസ് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ അതിങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കും. എന്ത് ചെയ്യും? മനസ്സിലായല്ലോ. അടുത്ത നോ കണ്ടിന്യൂസ് സെയിൽ ഓർ റിഡംഷൻ. നിങ്ങൾക്ക് വിൽക്കുകയും വാങ്ങുകയും ചെയ്യാം. അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ്. ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനി ഒറ്റ പ്രാവശ്യമേ അതെന്തുള്ളൂ? വിൽപ്പനയുള്ളൂ. അവരൊറ്റ തവണ അത് റിഡീം ചെയ്യുകയുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുള്ളൂ? സ്റ്റോക്ക് മാർക്കറ്റാണ് നമ്മുടെ മുന്നിലുള്ളത്. അവിടെ എന്ത് ചെയ്യാം? സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമുക്ക് വിറ്റഴിക്കാം. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സ്കീമിന് നമുക്ക് എന്തുണ്ട്? പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ലഭ്യമാണ്.
ഇന്ത്യയിലെ കമ്പനികൾ എന്ത് ചെയ്യുന്നത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഉദാഹരണമായിട്ട് HDFC മ്യൂച്വൽ ഫണ്ട്, HDFC ഫിക്സഡ് മെച്യൂരിറ്റി പ്ലാൻ അല്ലെങ്കിൽ FMP എന്ന് പറഞ്ഞൊരു സ്കീമുകളുണ്ട്. ICICI ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ധാരാളം സ്കീമുകളുണ്ട്. ഞാൻ എക്സാമ്പിളായിട്ട് 2 സൂചിപ്പിച്ചതെന്ന് മാത്രം. ICICI പ്രൊഡൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് സീരീസ് 3 എന്നും പറഞ്ഞ് മറ്റൊരു സ്കീമും ഇതിൻ്റെ അണ്ടറിലുണ്ട്. അപ്പം നമുക്ക് ഈ ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് കവർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ ഈ പോർഷൻ ടോപ്പിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇവിടെ ആദ്യത്തെ നമ്മുടെ ക്ലാസിഫിക്കേഷൻ പോയത് എന്ത് ബേസിലാണ്? നമ്മുടെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ പോയിരിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസ് ഓഫ് മെച്യൂരിറ്റി പീരീഡ്. മെച്യൂരിറ്റി പീരീഡിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സെക്യൂരിറ്റീസിനെ ഓപ്പൺ എൻഡഡ് സ്കീമെന്നും ക്ലോസ് എൻഡഡ് സ്കീമെന്നും 2ആയിട്ട് തരംതിരിക്കാം. അപ്പം അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ക്ലാസിഫിക്കേഷൻ നോക്കാം. അപ്പം ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. താങ്ക് യു.